ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ മേഡത്തിനോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുവാണ് ഗീതു. അപ്പോൾ നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ച ഗോവിന്ദൻ്റെ കാര്യത്തിൽ നിനക്ക് എന്തിനാ ഇത്ര ടെൻഷൻ എന്നുള്ള കാര്യം ചോദിക്കാം മേഡം ഗീതുവിനോട്. നിനക്ക് ഗോവിന്ദനോട് തിരിച്ച് അവന് നിന്നോടോ സ്നേഹമോ ആത്മാർത്ഥതയോ ഒന്നുമില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? പിന്നെന്തിനാ നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഗീതു ഒന്നും മിണ്ടുന്നില്ല. ഹലോ, എന്താ ഒന്നും മിണ്ടാത്തതെന്ന് മേഡം ഗീതുവിനോട് ചോദിക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഗോവിന്ദനോടൊരല്പം സ്നേഹമില്ലാത്ത നീ അവനെക്കുറിച്ച് ഓർത്തിങ്ങനെ വേവലാതിപ്പെടാതെ കിടന്നുറങ്ങാൻ നോക്കൂ കൊച്ചേ എന്നൊക്കെ ആ മേഡം പറഞ്ഞു. ഗുഡ് നൈറ്റും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മേഡം പറഞ്ഞതിനെപ്പറ്റി ഗീതു ആലോചിക്കുക. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അവിടെ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഗീതുവിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം മേഡത്തിന് മനസ്സിലായി. നിനക്ക് ഗോവിന്ദന് ഇഷ്ടമാണല്ലേ? അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഇത്രയും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ മോളെ. പക്ഷേ എന്തോ എവിടെയോ ചില പ്രശ്നം. അവനെ സ്നേഹിച്ച് തുടങ്ങാൻ ഒരു ഭയം ഉണ്ടല്ലേ? അത് ഞാൻ മാറ്റിത്തരാമെന്നൊക്കെ ആ മേഡം സ്വയം ഇരുന്നു ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് ആ മേഡം ഗീതുവിനെ ഗോവിന്ദനെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിപ്പിക്കാനുള്ളൊരു മാർഗം അങ്ങനെ ആ ഒരു ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ ഗീതു ഇവിടെ ആലോചിച്ച് നടക്കുവാണ്. ഇപ്പോൾ പന്ത് രാധികാമ്മയുടെ കോർട്ടിലാണെന്നും അവരങ്ങനെ ജയിക്കാൻ പാടില്ലെന്നും അവരെ തോൽപ്പിക്കണമെന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കാഞ്ചന അങ്ങോട്ടേക്ക് വന്നു. കാഞ്ചന വന്നിട്ട് ഗീതുവിനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ എന്തൊക്കെയോ ഭ്രാന്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലെയാട്ടോ ഈ പുള്ളിക്കാരിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ശരിയാണ്, ഗീതുവിന് ഭ്രാന്തുണ്ടെന്ന് തന്നെ ഇങ്ങനെ ചിന്തിക്കുക. അപ്പോഴത്തേക്കും പുറകിൽ മാറി നിന്നിരുന്ന നമ്മുടെ രേഖയെ വിളിച്ചു കാഞ്ചന. എന്നിട്ട് വിളിച്ച് കാണിച്ചു കൊടുക്കുക. ഗീതുവിനെ കണ്ടോ, ഗീതുവിന് ശരിക്കും മെൻ്റലാണെന്നും പറഞ്ഞു. ഗീതു പാപ്പ പേയോ പിശാച് ഏതോ കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കാഞ്ചനെ നിവർത്ത് അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു രേഖ. ഇത് അനാവശ്യമൊന്നുമല്ല, നോക്ക് പൈത്യക്കാരി പോലെ തന്നെയല്ലേ പെരുമാറുന്നത് എന്നൊക്കെ കാഞ്ചന ചോദിക്കുന്നു. അപ്പോൾ ശരിയാണ്, ഗീതു അങ്ങനെ തന്നെയാണ് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം ജാതികയെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഭിത്തിക്കിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുവാണേ. ഇത് കണ്ടോ, നടപ്പ് ശ്രദ്ധിച്ചോ, ആട്ടം ശ്രദ്ധിച്ചോ, ഇത് താനും പേയ് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന. ഗീതു വന്നിട്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ രേഖയ്ക്ക് സംശയം തോന്നി. ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് സത്യം തന്നെ. എൻ്റെ കുഞ്ഞമ്മയുടെ മോള് സുനിത 20 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ രോഗമാണ്. രാത്രിയിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി, നടന്ന് മതിൽ ചാടി റോട്ടിലിറങ്ങി, അവിടെ നിന്ന് നടന്ന് ഒടുവിൽ കാശ്മീരിലെത്തി. എന്നിട്ടും വട്ട് കുറയാഞ്ഞിട്ടേ എങ്കിയൊക്കെ നുഴഞ്ഞു കയറാൻ നോക്കിയപ്പോഴേ അതിർത്തി സേവർ വെടി വെച്ച് കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കഥയൊക്കെ പറയുവാണ്. അപ്പോൾ ഇവരിങ്ങനെ ഈ വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു അവിടെ ഇരുന്ന ഒരു ജഗ്ഗു വെള്ളം മുഴുവൻ കുടിച്ച് തീർക്കണു. അപ്പോൾ കണ്ടോ വെള്ളം കൂടി തുടങ്ങി, വട്ട് മൂക്കാൻ തുടങ്ങി, ഇനി ഇത് മൂത്തോണ്ടേ ഇരിക്കുമെന്നൊക്കെ കാഞ്ചന. എത്ര കുടിച്ചാലും ദാഹം തീരില്ല, പിന്നെ ചോര കുടിക്കാൻ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ കാഞ്ചനെ എന്നും പറഞ്ഞുകൊണ്ട് രേഖ വിളിക്കുന്നത് നമ്മുടെ ഗീതു കേട്ടു. നോക്കിക്കഴിഞ്ഞപ്പോൾ കാഞ്ചനയും അതുപോലെ തന്നെ രേഖയും കൂടെ വന്നിങ്ങനെ നിൽക്കുക. ഗീതു അന്നേരത്തേക്കും ആ പാത്രമൊക്കെ അവിടെ വെക്കുന്നതും ഇവർ നോക്കുന്നതും ഒക്കെ ഒരുമാതിരി നാഗവല്ലി സ്റ്റൈലിലായിട്ട് നമ്മുടെ കാഞ്ചനയ്ക്ക് തോന്നുവാണ്. കാഞ്ചന അന്നേരം ഗീതുവിനെ ഇങ്ങനെ നോക്കുമ്പോൾ നാഗവല്ലിയായിട്ട് വന്ന് നിൽക്കുന്ന ഗീതുവിനെയാണ് കാണുന്നത്. അപ്പോഴേക്കും ഗീതു ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് വരുക. ഗീതു ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ കാഞ്ചന ഇങ്ങനെ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് കഴുത്ത് പിടിച്ചോണ്ട് ഓടി. അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അവിടെ നിന്ന് 4 കാലം പറിച്ചൊരോട്ടം. അപ്പോൾ ഗീതു നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു രേഖ ഗീതുവിനോട്. ഞാനിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ മനോനില തെറ്റിയവളല്ലേന്ന് ചോദിച്ചു രേഖയോട്. അപ്പോൾ അമ്മ നിന്നെ ജയിക്കാൻ വേണ്ടി എന്തോ വിളിച്ചു പറഞ്ഞതിന് നീ ഇങ്ങനെ എന്തിനാ ടെൻഷൻ ആകുന്നതെന്ന് ചോദിക്കുക രേഖ ഗീതുവിനോട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും കരുതി കൂട്ടി തന്നെയുള്ള പ്ലാനിങ് ആണെന്നും ഗീതു രേഖയോട് പറയുക. ഞാനൊരു മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് വരുത്തി തീർത്താൽ പിന്നെ ഡിവോഴ്സിന് എളുപ്പമാണല്ലോ എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ പകരുന്ന രോഗമാണോ ഇത്, നീ ധൈര്യമായിട്ടിരിക്കാൻ രേഖ ഗീതുവിനോട് പറഞ്ഞു. നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും, എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഞാൻ പ്രവർത്തിക്കണം രേഖേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു. എനിക്ക് മെൻ്റലാണെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ എനിക്കത് മാറ്റി പറയിപ്പിക്കണമെന്നും ഗീതു തറപ്പിച്ചു പറയുക. എന്നെ കൊണ്ട് അവർ പൊറുതി മുട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഗീതു നീ എന്തൊക്കെ ഈ പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു രേഖ. അപ്പോൾ ഇനി ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് രേഖേച്ചി കണ്ടോളാൻ ഗീതു പറയുക. പിന്നെ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒന്നിലും ഇടപെടാതെ രേഖേച്ചി കാഴ്ചക്കാരിയായിട്ട് മാറി നിന്നോളണമെന്നും ഗീതു പറഞ്ഞു. അപ്പോൾ ഗീതു മോളെന്ന് പറഞ്ഞപ്പോൾ
രാത്രി ഒരുപാടായി, നമുക്ക് നാളെ സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഉറക്കം വരുവാണെന്ന് പറഞ്ഞ് ഗീതു അവിടെ നിന്ന് പോയി. രേഖ അന്നേരം അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അകത്ത് കയറി നമ്മുടെ ഗീതു രണ്ടും കൽപ്പിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇനി ഗീതുവിൻ്റെ സംഹാര താണ്ഡവമാണ് രാധികയുടെ നെഞ്ചത്ത്. അതെല്ലാവരും കാണേണ്ടിയും വരും. ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ പിന്നീട് റൂമിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതിനുശേഷം അന്ന് ഇവർ തമ്മിൽ വെള്ളം അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ അജാസിനെ ഗീതു കൊണ്ടുവന്ന് അവിടെ നിർത്തിയതും അതുപോലെ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ചിന്തിക്കുക. എന്നിട്ട് ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു, അത് ഗീതുവിനെ ഒഴിവാക്കേണ്ടത് നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ ചിന്തിക്കുക. ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് വിശ്വസിപ്പിച്ച് അവൾ ഓരോ അപകടത്തിലേക്കും അപമാനത്തിലേക്കും ചെന്ന് ചാടുകയാണല്ലോ എന്നൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ ചിന്തിക്കുക. ഗീതുവിനോടുള്ള ആ ഒരു അനുകമ്പയാണ് അതിൻ്റെ കാരണം. അങ്ങനെ ഗോവിന്ദനും ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നു. ഗീതുവിന് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതിൻ്റെ പ്രധാന പങ്ക് എനിക്കല്ലേ, ഞാനല്ലേ കാരണക്കാരൻ. ഇനി ഞാൻ എങ്ങനെ അവളുടെ മനസ്സ് മാറ്റിയെടുക്കുമെന്നൊക്കെ ഗോവിന്ദൻ നിന്നിങ്ങനെ ചിന്തിക്കുക കേട്ടോ. അതിനൊരു വഴിയും ഗോവിന്ദൻ്റെ മുന്നിൽ തെളിയുന്നില്ല. അങ്ങനെ ഗോവിന്ദ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഗോവിന്ദും ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അവിടെ നമ്മുടെ ഭദ്രനും ഭാര്യയും പണിയെടുത്ത് നടു ഒടിഞ്ഞു. അപ്പോൾ മകളും മരുമകളും കോടീശ്വരികളാണ്. എന്നിട്ട് എൻ്റെ വിധി ഇത് തന്നെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിന് നിന്ന് തറ തുടയ്ക്കൽ, മേശ തുടയ്ക്കൽ ഇതൊക്കെ കണ്ട് ഭദ്രൻ വന്ന് ഭാര്യയോട് ഓരോന്ന് ചോദിക്കുന്നു. ഒരു പണിയും ചെയ്യാതെ ആട്ടുകട്ടിലിരുന്ന് സ്നാക്സും കഴിച്ചുകൊണ്ടിരുന്ന ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിന്ന് തിരിയാൻ പറ്റാത്ത പണിയും തന്നുകൊണ്ടിരിക്കില്ല മരുമോളെന്നും പറഞ്ഞുകൊണ്ട് വിലാസിനി. അപ്പോൾ ഞാൻ ആ കാര്യം ഓർമ്മിപ്പിക്കാൻ ആടി പെണ്ണേ വന്നത്, അത് ഓർക്കുമ്പോഴേ എനിക്കങ്ങോട്ട് വിറച്ച് കയറി വരുവാണെന്ന് അന്നേരം വിലാസിനി ഭദ്രനോട് പറഞ്ഞു. എൻ്റെ വിലാസിനി പ്രിയമോളൊരാഗ്രഹം പറഞ്ഞില്ലേ, രാമശ്ശേരി ഇഡ്ഡലി. നാളെ രാവിലെ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കണമെന്ന് അവൾ പറഞ്ഞ കാര്യം നീ മറന്നു പോയോ എന്ന് ചോദിച്ചു. അയ്യോ എൻ്റെ പൊന്നു ഭദ്രേട്ട, എനിക്ക് രാമശ്ശേരി താമരശ്ശേരി ചുരവോ അത് പോയിട്ട് ഒരു പുളിശ്ശേരി പോലും വെക്കാൻ എനിക്ക് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെയാടി, അത് ചെയ്തു കൊടുത്തല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുമ്പോഴേക്കും പ്രിയ അങ്ങോട്ടേക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ആഗ്രഹമല്ല, പുളി കുറവുള്ള രാമശ്ശേരി ഇഡ്ഡലി കഴിക്കണമെന്ന് എൻ്റെ കുഞ്ഞു പറയുന്നുവെന്ന് പ്രിയ. അത് കേട്ടപ്പോൾ വിലാസിനി എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കുക കേട്ടോ. കൊച്ചു വയറ്റി നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞതാണോ എന്നിങ്ങനെ നമ്മുടെ വിലാസിനി ഭദ്രൻ്റെ ചെവി ചോദിക്കുമ്പോൾ ചിലപ്പോഴേ ഫോണിൽ നിന്ന് മിസ് കോളോ അല്ലെങ്കിൽ മെസ്സേജോ എല്ലാം വന്ന് കാണുമായിരിക്കുമെന്ന് ഭദ്രൻ ഭാര്യയോട്. അപ്പോഴേക്കും നമ്മുടെ പ്രിയ, രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയുണ്ട് അമ്മേ, വയറ്റിലെ കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലേ, ഗർഭിണികൾക്ക് കൊതിയായിട്ട് വരുന്നേ, അത് സാധിച്ചു കൊടുക്കണ്ടേ അമ്മേ എന്നൊക്കെ മകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞ് നിൽക്കുമോ വിലാസിനി. കൊതി സാധിച്ചു കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിന് ദീനം വരുമെന്ന് അമ്മ തന്നെയല്ലേ എന്നോട് പറയാറ് എന്നൊക്കെ ചോദിച്ചു. അത് ശരിയാണെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം എൻ്റെ പൊന്നുമോളെ, അന്ന് മോൾ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവള് പല അനാചാരങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ പണിയെടുക്കുന്ന മാറിയ കാലത്ത് ഈ അനാചാരങ്ങളൊക്കെ തുടച്ചു മാറ്റണം മോളെ. പിന്നെ മോളാ പറഞ്ഞതൊക്കെ മനസ്സിൽ നിന്നങ്ങ് മായ്ച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞപ്പം എനിക്കത് പറ്റില്ല അച്ഛാ, അതൊക്കെ എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് അങ്ങ് പതിഞ്ഞു പോയെന്ന് പറഞ്ഞു മകള്. ഇത് കേട്ടപ്പോൾ കുഞ്ഞ് തൽക്കാലം വിലാസിനി ഇഡ്ഡലി ഞാൻ കഴിച്ചാൽ മതി, കുഞ്ഞല്ലേ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് വിലാസിനി. കുഞ്ഞിന് വേണ്ടി ഇതൊക്കെ കഴിക്കേണ്ടത് അമ്മയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രിയതേ പിന്നാലെ ചെല്ലുന്നു. എനിക്കൊന്ന് ഇഡ്ഡലി ഉണ്ടാക്കി താടി പോനെ താ എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പം ഞാൻ ഉണ്ടാക്കാവെന്ന് പറഞ്ഞു വിലാസിനി. അപ്പോൾ എടീ അവൾ നിന്നെ സ്നേഹിച്ച് കൊല്ലുന്നത് കണ്ടോടി എന്ന് ചോദിച്ചപ്പം അരി അരച്ച് കഷ്ടപ്പെടുത്താനുള്ള സ്നേഹം അവളുടേതെന്ന് നേരം വിലാസിനി പറഞ്ഞു. എടീ നമുക്കൊരു കാര്യം ചെയ്യാം, വെളുപ്പിന് ഒരു കവറ് ഇഡ്ഡലി മാവ് വാങ്ങി രാമശ്ശേരി ഇഡ്ഡലിയാണെന്ന് പറഞ്ഞ് തള്ളി കൊടുത്താലോ. അത് സാധാരണ ഇഡ്ഡലിയൊന്നുമല്ല, അതിൽ വേറെന്തോ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എടി ടേസ്റ്റ് മാറ്റാൻ കുറച്ച് കറിവേപ്പിലയും 2-3 രാമതുളസിയുടെ ഇലയും കൂടി അരച്ച് കലക്കി മാവിനകത്ത് കലക്കി അങ്ങ് കൊടുക്കാവിടി, നീ നോക്കിക്കോടി എന്നും പറഞ്ഞ് അങ്ങനെ 2 പേരും കൂടി അത് പ്ലാൻ ചെയ്യുന്നു. നമുക്ക് രാമേശ്വരൻ ഇഡ്ഡലി ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന അവർണികയാണ്. അവർണിക അവിടെ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കിഷോർ ചെയ്യുന്നു. ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചാണ് ചെല്ലുന്നത്. നാട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പപ്പപ്പ വെച്ച് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു. AGMൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ലെന്നും കിഷോർ പറയാം. അത് കേട്ടപ്പോൾ ഇവിടെ നിന്ന് നീ എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു IT കമ്പനിയിൽ ഞാൻ ജോലിക്ക് കയറിയാലോ എന്ന് ചോദിച്ചപ്പം ഓക്കെ, അതൊരു നല്ല ഐഡിയ തന്നെയാണെന്ന് നമ്മുടെ ഭാര്യ ഭർത്താവിനോട് അങ്ങ് പറഞ്ഞു. അല്ലെങ്കിലും ഇത്രയും കാലം സ്വന്തമായൊരു കമ്പനിയുടെ തലപ്പത്തിരുന്നിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ നിൻ്റെ ഈഗോ അനുവദിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞില്ല, അപ്പം എന്നെ മനസ്സിലാക്കാൻ നിനക്കേ പറ്റുമെന്ന് കിഷോർ. കുറച്ചുകൂടി എനിക്ക് മനസ്സിലാക്കാനുണ്ട്. പിന്നെ ഏതായാലും AGMലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് നീയായിട്ടുണ്ടാക്കിയ കോടികളുടെ നഷ്ടം പരിഹരിച്ചിട്ട്
എവിടെ വേണമെങ്കിലും നീ ജോലിക്ക് പോയിക്കോളാനായിട്ട് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിഷോർ ഞെട്ടി. അപ്പോൾ അപർണിക എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ 1-2 കോടി രൂപയല്ല 250 കോടി രൂപയാണെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ പറയാം. അത് തിരിച്ചു നിന്നിട്ട് നീ നിൻ്റെ ഈഗോയുമായി എവിടേക്ക് വേണമെങ്കിലും പോയിക്കോ, എന്താ നിനക്ക് പറ്റുമോ, നീ ചെയ്യുമോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും മിണ്ടാനുണ്ടോ? ഒന്നും മിണ്ടാനില്ല. പുള്ളിക്കാരി ഇങ്ങനെ ആകെ വയലൻ്റായിട്ട് നിൽക്കുവാണ്. അപ്പോൾ കിഷോറിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എൻ്റെ ഡാഡി എത്ര വർഷം കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് വളർത്തിയെടുത്ത സ്ഥാപനമാണ് നീ കാരണം കൈവിട്ട് പോയത് എന്നും ചോദിച്ചുകൊണ്ട് അപർണിക ഫൈറ്റ് ചെയ്യുവാണ്. ഇവിടെ ഒരു കമ്പനിയിൽ സ്റ്റാഫായിട്ട് കയറിയാൽ എത്ര രൂപ കിട്ടും നിനക്ക് സാലറി? കൂടിപ്പോയാൽ 50,000. അതിനുള്ള ക്വാളിറ്റി മാത്രമേ നിനക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണിക ഇവനെ ചെറുതാക്കുന്നു. ഈ നഷ്ടങ്ങളൊക്കെ ഞാൻ സഹിച്ചതേ നിനക്ക് വേണ്ടിയിട്ടാണെന്നും അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് കിഷോറിനെ ഇട്ട് ശരിയാക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രഘുറാം അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ രഘുറാം വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം കിഷോറിനോട് സംസാരിക്കുക. ഇനി ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നോക്കിയും കണ്ടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. കിഷോറെ, നിൻ്റെ ആ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ലെന്നും അതുപോലെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മാത്രമേ നിനക്കിനി മുന്നോട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം രഘുറാമും വന്ന് കിഷോറിനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് കിഷോർ ആകെ ഭ്രാന്ത് കയറി നിൽക്കുക. AGM IT സൊല്യൂഷൻ്റെ ഭാഗമായി നീ ജോലി ചെയ്യും എന്ന് വെച്ചാലേ നീയും അവിടുത്തെ ഒരു സ്റ്റാഫായി മാറും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഈ ഒരു ധാരണയിലും എഗ്രിമെൻറ്റിലുമാണ് ഈ ഒരു കാര്യം നടന്നിരിക്കുന്നത്. നിൻ്റെ ബുദ്ധിമുട്ടുകൾ മറന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ തീരുമാനം നീ അംഗീകരിച്ചാൽ മതി. ഇനി സ്വന്തം ഇഷ്ടത്തിന് നിന്നെ വിടാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അപർണിക പറഞ്ഞു. സ്വന്തം സ്ഥാപനത്തിൽ ജോലിക്കാരനാകാൻ ഞാൻ കേരളത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ കിഷോറിനോട് ഈ എഗ്രിമെൻറ്റിൽ നിന്ന് നിന്നെ ഒഴിവാക്കണമെങ്കിൽ ഇവള് പറയണം എന്നുള്ള കാര്യം പറയുകയാണ് നേരത്തേക്കും രഘുറാമ. ഇത് കേട്ടപ്പോൾ ഇങ്ങനെ നിൽക്കുക കിഷോർ, ഇനി ഇവള് പറയുമോ എന്നുള്ളൊരിതിൽ. അപ്പോഴേക്കും അപർണയ്ക്ക് ഇങ്ങനെ തുറച്ചു നോക്കുക കിഷോറിനെ. ഇവൾ ആഗ്രഹിച്ചാൽ നീ കേരളത്തിലേക്ക് വരും, എന്താ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും, കാണണോ നിനക്കെന്ന് ചോദിച്ചുകൊണ്ട് വെല്ലുവിളിക്കുക. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് ഓർക്കുന്നു. നിന്നെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എനിക്ക് യാതൊരു നഷ്ടവും വരില്ലായിരുന്നു എന്നും, പക്ഷേ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു ത്യാഗം ചെയ്തതെന്നും എൻ്റെ മോള് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് വീണതെന്നുള്ള കാര്യമൊക്കെ പറയുക. നിൻ്റെ ജീവിതം തിരിച്ചു പിടിച്ച് തന്നതേ എൻ്റെ മോളാ, നീ അത് മറന്നു പോകരുത്. ഇവള് പറയുന്നതനുസരിച്ച് ഇനി നീ ഇവിടെ ആട്ടങ്ങി ഒതുങ്ങി ജീവിച്ചോളണമെന്നുള്ള കാര്യവും പറയണം. ഇതൊക്കെ കേട്ട് കിഷോർ ഞെട്ടി. പറഞ്ഞത് മനസ്സിലായോ? പരാശ്രയമില്ലാതെ പിന്നെ നീ നടക്കില്ല, പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിലെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ കിഷോറിനെ ഇട്ടിത്തിട്ട് പെരുമാറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പം ഡാഡി ഇപ്പോൾ പറഞ്ഞത് വെറും വാക്കല്ലെന്നും എൻ്റെ കൂടെ തീരുമാനമാണെന്നും അത് നീ മറക്കരുതെന്നും അതിന് മാറില്ലെന്നും അപർണികയും കിഷോറിനോട് പറഞ്ഞു. അതും പറഞ്ഞ് അപർണിക അങ്ങ് പോയി. ഇവനാണെങ്കിൽ ആകെ മൂടുഭ്രാന്തനായിട്ട് നിൽക്കുക. അവിടെ ചെന്നാൽ എല്ലാം കൈവിട്ട് പോകുമെന്ന് ഇവനല്ലേ അറിയുകയുള്ളൂ, വേറെ ആർക്കും അറിയില്ലല്ലോ. ഇനിയിപ്പോൾ എന്താണ് ഇതിൽ നിന്ന് ഊരിപ്പോരാൻ ഒരു പോംവഴിയെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാവം നമ്മുടെ കിഷോർ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഗീതുവിനെയാണ്. ഗീതു രാവിലെ ചായ കുടിക്കാൻ വന്നു. നോക്കിയപ്പോൾ അവിടെ എങ്ങും ചായയൊന്നുമില്ല. ഈ സമയത്ത് കാഞ്ചന ഗീതുവിനെ കണ്ടു കേട്ടോ. ഗീതു ഇങ്ങനെ അവിടെ വന്നിരിക്കുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രേഖയും വന്നു. രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങിയോന്ന് രേഖ ഗീതുവിനോട് ചോദിച്ചപ്പോൾ, അല്ല ഗീതു നിൻ്റെ ടെൻഷനൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗീതു അന്നേരം ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ചെറിയ തീപ്പൊരി വീണാൽ കത്തി അമരുന്ന അരക്കില്ലത്തെ ജീവിതമല്ലേ ചേച്ചി, ടെൻഷൻ മാറില്ലല്ലോ എന്നും ഗീതു രേഖയോട് പറഞ്ഞപ്പം, നീ എല്ലാത്തിനോടും എതിർത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ നടക്കുന്നതൊന്നും നിന്നെ ബാധിക്കുന്നതല്ല എന്ന് കരുതിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നും രേഖ അന്നേരം ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ചേച്ചി, പക്ഷേ അത് ഗോവിന്ദേട്ടനെ ബാധിച്ചാൽ ഞാൻ അടങ്ങിയിരിക്കില്ല, അതെൻ്റെയും കൂടി പ്രശ്നമായി മാറും എന്നുള്ള കാര്യം ഗീതു അങ്ങ് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ കാഞ്ചന അങ്ങോട്ടേക്ക് ചായ ആയിട്ട് വരുമോ, പേടിച്ചായിട്ടാണ് വരുന്നത്. അങ്ങനെ വിറച്ച് ഗീതുവിൻ്റെ അടുത്ത് ചായ കൊണ്ട് വെച്ചിട്ട് അതിങ്ങനെ നീക്കി അങ്ങ് വെച്ച് കൊടുത്തു. ഇപ്പുറ സൈഡിൽ വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് നീക്കി വെച്ച് കൊടുക്കുന്ന കാഞ്ചനയെ കണ്ടപ്പോൾ ഗീതു ഇങ്ങനെ നോക്കി. അപ്പോഴത്തേനും പേടിച്ച് ഒരു വെളിച്ച ചിരിയും ചിരിച്ച് കാഞ്ചന ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ ഗീതു ഇതിങ്ങനെ നോക്കി. എന്നിട്ട് കാഞ്ചനയുടെ നേരെ എഴുന്നേറ്റ് അങ്ങ് ചെന്നു. കാഞ്ചന നേരത്തേക്കും പിന്നെയും പുറകോട്ട് ഇങ്ങനെ മാറുക. പേടി കാഞ്ചനക്ക എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും അയ്യോ ഇനി എൻ്റെ കഴുത്ത് ഞെരിക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട് കഴുത്തേലൊക്കെ ഞെക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ കാഞ്ചന ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ രാധിക വരുന്നത്. അപ്പോഴേക്കും ഞാൻ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതേ പൈത്യം കാട്ടാതെ എന്ന് കാഞ്ചന രേഖ ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ട് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ രാധിക ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ട് നിൽക്കുക. അപ്പോൾ
കാഞ്ചനയൊക്കെ എനിക്ക് ഭ്രാന്താണെന്ന് വിശ്വസിച്ച് തുടങ്ങിയല്ലേ, അപ്പോൾ എനിക്ക് നിന്നെ കാണുന്നതേ ഭയമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നേരം കാഞ്ചനയെ. ഞാൻ കൊല്ലുമെന്ന് കരുതിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്ക് രേഖ ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണേ. അങ്ങനെ രാധിക ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ രേഖ കണ്ടു രാധിക വന്ന് നിൽക്കുന്നത്. പെട്ടെന്ന് ഗീതുവിനെ ചേർത്ത് പിടിച്ച്, കണ്ടില്ലേ കാഞ്ചനെ, ഇത്രയേ ഉള്ളൂ, ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞ് രേഖ ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഗീതു പാപ്പയ്ക്ക് ഭ്രാന്തില്ലേന്ന് ചോദിച്ചപ്പം എല്ലാവർക്കും കുറേശ്ശെ ഭ്രാന്തുണ്ട്, അത് ഈ വീട്ടിൽ ഏറ്റവും കുറവുള്ളത് ഗീതുവിനാണെന്നും രേഖ പറയുക. അപ്പോൾ എനിക്കോ നിനക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭ്രാന്തുള്ളതെന്നും പറഞ്ഞ് കാഞ്ചനയോട് രേഖ പറയണം. ഇതൊക്കെ കണ്ട് രാധിക ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന്, ഇനി എനിക്ക് പൈത്യമാണോ, എനിക്ക് പൈത്യമൂത്തം ഞാൻ എന്നാ ചെയ്യും, ഞാൻ എന്നെ തന്നെ കൊല്ലുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് നമ്മുടെ കാഞ്ചന. ഈ സമയത്ത് ഒരു ചിരി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നാഗവല്ലിയുടെ വേഷത്തിൽ വന്ന് നിൽക്കുന്ന ഗീതുവിനെ കാണുക. എന്നിട്ട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഭയങ്കര അട്ടഹസിക്കുന്ന ഗീതുവിനെ കണ്ട് പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുവാണ് കാഞ്ചനയെ. ശരിക്കും പറഞ്ഞാൽ കാഞ്ചനയ്ക്കാണ് ഇപ്പോൾ അവിടെ മുഴുവൻ ഭ്രാന്തായിട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എന്തായാലും ഭ്രാന്തിയായി അഭിനയിച്ചുകൊണ്ട് നമ്മുടെ ഗീതുവിനെ അവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ പറയുന്ന രാധിക സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും. രാധിക എന്ന് പറയുന്ന ആ ഒരു വലിയ ദുഷ്ട വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗീതുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു പുതുപുത്തൻ വിശേഷങ്ങളുമൊക്കെയായി നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.